പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ അരോമ മണി അന്തരിച്ചു. അദ്ദേഹം തിരുവനന്തപുരം കുന്നുകുഴിയിലെ വസതിയിൽ വെച്ചായിരുന്നു. 20-ാം നൂറ്റാണ്ട് കമ്മീഷണർ ബാലേട്ടൻ, ധ്രുവം തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകളുടെ നിർമ്മാതാവാണ് അരോമ മണി. കാശി, ഇന്നുടൽ തുടങ്ങിയ തമിഴ് ചിത്രങ്ങളും അരോമ മണി നിർമ്മിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനുണ്ട്. പ്രജിത്ത്, എപ്പോഴായിരുന്നു ആദ്യം? ഇതൊക്കെയാണ് വിശദാംശങ്ങൾ. 65-ാം വയസ്സിലായിരുന്നു തിരുവനന്തപുരത്ത് കുന്നുകുഴിയിലെ അരോമ മണിയുടെ, ഇപ്പോൾ എം മണി എന്ന അരോമ മണിയുടെ അന്ത്യം. ഏതാണ്ട് 60-ലധികം സിനിമകൾ, മലയാളി ഓർത്തിരിക്കുന്ന 60-ലധികം സിനിമകൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത നിർമ്മാതാവും സംവിധായകനും ഒക്കെയായ അരോമ മണിയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. 1977-ൽ ഒരു മധുനായകനായിട്ടുള്ള ധീരസമീരെ യമുനാതീരെ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം നിർമ്മാണ രംഗത്തേക്ക് കടന്നു വരുന്നത്. പിന്നീട് ഈ സുനിത പ്രൊഡക്ഷൻസും അരോമ മൂവി ഇന്റർനാഷണലും ഒക്കെ മലയാളി മറക്കാത്തൊരു സിനിമ ബാനർ നെയിമുകളായിട്ടൊക്കെ മാറിയ ഒരു സാഹചര്യമുണ്ട്. 20-ാം നൂറ്റാണ്ട്, CBI ഡയറിക്കുറിപ്പ്, കോട്ടയം കുഞ്ഞച്ചൻ, ധ്രുവം, കമ്മീഷണർ, ബാലേട്ടൻ, അങ്ങനെ ഒട്ടനവധി സിനിമകൾ. ഈ സിനിമകളൊക്കെ മലയാള സിനിമയുടെ നൊസ്റ്റാൾജിക് കാലഘട്ടത്തിൽ എന്നും മലയാളി ഓർത്തിരിക്കുന്ന സിനിമകളാണ്, എല്ലാ കാലത്തും ഓർത്തിരിക്കുന്ന സിനിമകളാണ്. അങ്ങനെയുള്ള നിരവധി സിനിമകൾ നിർമ്മിച്ച ഒരാളാണ് ഇപ്പോൾ ഇവിടെ വാങ്ങിയിരിക്കുന്നത്. പിന്നീട് 1982-ൽ ആ ദിവസം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധാന രംഗത്തേക്ക് കടന്നു വരുന്നത്. പിന്നീട് കുയിലിനെ തേടി, എങ്ങനെ നീ മറക്കും, എന്റെ കളിത്തോഴൻ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തു. അവാർഡുകളുടെയൊക്കെ ഒരു കാര്യം പരിഗണിക്കുകയാണെങ്കിൽ 1985-ൽ അദ്ദേഹം നിർമ്മിച്ച തിങ്കളാഴ്ച നല്ല ദിവസം, പത്മരാജനായിരുന്നു ആ സിനിമയുടെ സംവിധായകൻ. ആ സിനിമ മികച്ച മലയാള ചിത്രമുള്ള ദേശീയ അവാർഡ് നേടിയിട്ടുണ്ട്. 1986-ലെ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം എന്ന സിനിമ അങ്ങനെയുള്ള മറ്റ് സാമൂഹ്യ വിഷയങ്ങളെ മികച്ച ചിത്രമുള്ള ദേശീയ അവാർഡ് നേടി. അങ്ങനെ മലയാള സിനിമയ്ക്ക് ഒട്ടനവധി സംഭാവനകൾ, നിസ്തുലമായ സംഭാവനകളൊക്കെ നൽകി കാലങ്ങളോളം മലയാള സിനിമയ്ക്ക് ഒപ്പം സഞ്ചരിച്ച് മലയാള സിനിമയുടെ മാറ്റങ്ങൾക്കൊക്കെ ഒപ്പം ഒട്ടനവധി കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു സംവിധായകനും നിർമ്മാതാവും ഒക്കെയാണ് ഇപ്പോൾ വിട വാങ്ങിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് കുന്നുകുഴിയുടെ വസതിയിലായിരുന്നു 65-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ അന്ത്യം. സംസ്കാര ചടങ്ങുകൾ എങ്ങനെയൊക്കെയാന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ കുറച്ച് സമയത്തുള്ളിൽ നമുക്ക് നൽകാമെന്നാണ് കരുതുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം. മലയാള സിനിമയ്ക്ക് ഒട്ടേറെ ഹിറ്റ് സിനിമകൾ സംഭാവന ചെയ്ത നിർമ്മാതാവും സംവിധായകനുമായ അരോമ മണി അന്തരിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം കുന്നുകുഴിയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. 20-ാം നൂറ്റാണ്ട് കമ്മീഷണർ, ബാലേട്ടൻ, ധ്രുവം തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകളാണ് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. 10-ലധികം ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുമുണ്ട്. കാശി, ഇന്നുടൽ തുടങ്ങിയ തമിഴ് സിനിമകളും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്.